ഏകീകൃത കുർബാനയിൽ പ്രതിഷേധിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികൻ രാജിവെച്ചു. എറണാകുളം കടമക്കുടി സെന്റ് അഗസ്റ്റിൻ പള്ളിയിലെ ഫാദർ അഗസ്റ്റിൻ വട്ടോളിയാണ് ഇടവക വികാരി സ്ഥാനം രാജിവെച്ചത്. ഇന്ന് രാവിലെ കുർബാനയ്ക്കിടെയായിരുന്നു ഏകീകൃത കുർബാന ചൊല്ലാൻ സാധിക്കില്ലെന്ന പ്രഖ്യാപനം. ജനാഭിമുഖ കുർബാന പൂർണ്ണ അവകാശമായി ചൊല്ലാൻ സാധിക്കുന്ന ദിവസം ചുമതല ഏറ്റെടുക്കുമെന്ന് അഗസ്റ്റിൻ വട്ടോളി പിന്നീട് എറണാകുളം അതിരൂപതയിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാകുന്നത് തന്നെ എൻ്റെ അവസാനത്തെ കുർബാനയായിരുന്നു. ഞാൻ ഈ കുർബാനയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനിക്ക് എൻ്റെ രാജിക്കത്ത് ഞാൻ സമർപ്പിക്കും. ബസിലിക്ക തല്ലി തരും ഏത് ഭക്താനാഭിമ കുർബാനയ്ക്ക് വേണ്ടി അവർ നടക്കുന്ന സമയത്ത് ജനാഭിമ കുർബാനക്കാർ അതൊന്നും ചെയ്താൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഒരു കുർബാന നടക്കുന്ന സമയത്ത് ബലിപീഠം തകർത്ത് തരിപ്പണമാക്കുക, വലിച്ചെറിയുക, അടിക്കുക, ഏറ്റവും മ്ലേച്ഛമായ ഭാഷ ഉപയോഗിച്ചു. ഞാൻ ആ മനുഷ്യരെ ഞാൻ കുറ്റം പറയുന്നത്, കാരണം അവർ 100% അവരെ പറഞ്ഞുവിട്ട മെത്രാന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ കാരണം, ഞാൻ ഈ സമവായം ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു എന്തായാലും ഞാൻ ഈ കുർബാന ചൊല്ലില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഇടവകയിൽ ഒരു ഭിന്നിപ്പുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ഇടവകയിൽ ഭിന്നിപ്പുണ്ടാവാൻ പാടില്ല. അപ്പം ഞാൻ ഇത് ഇവിടെ നടപ്പാക്കിയ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഒരാളും എന്നോട് ഈ ഇടവകയിൽ ഒരാൾ പോലും ചോദിച്ചിട്ടില്ല. അച്ഛനാവുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹത്തിന്: കുർബാനയും കുമ്പസാരവും. ബാക്കിയെല്ലാം ചിലപ്പോൾ ഡീക്കന്മാർക്കൊക്കെ ചെയ്യാൻ പറ്റും, ഇത് വൈദികന് മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പം ഞാൻ ബിഷപ്പ് പാമ്പ്ലാനിക്ക് കുര്യാക്കോസ് മുണ്ടാടനച്ഛനാണ് ഞാൻ എഴുത്ത് കൊടുത്തിരിക്കുന്നത്. കുര്യാക്കോസ് മുണ്ടാടനച്ഛൻ വഴി വൈദിക സമിതി സെക്രട്ടറി അച്ഛൻ വഴി ഞാൻ എഴുത്ത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരാൾ ആവശ്യപ്പെട്ടു, ഞാൻ ഒരുക്കമല്ല. പക്ഷെ അതിൻ്റെ പേരിൽ ഇവിടെ ഭിന്നിപ്പുണ്ടാവാൻ ഞാൻ ഒരുക്കമല്ല. അതുകൊണ്ട് ജനാഭിമുഖ കുർബാന ഒരു ലിറ്റർജിക്കൽ വേരിയൻ്റ്, അതാണ് എറണാകുളം രൂപത ഇപ്പം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം, ഒരു അവകാശമായി ഇവിടെ അംഗീകരിക്കണം. കാരണം ഇത്രയും സമരങ്ങളും ജനങ്ങളുടെ അത്രമാത്രം സമയവും പണവും നമ്മൾ അതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അംഗീകരിക്കാമെന്നുള്ളതാണ്. അപ്പം എൻ്റെ ആവശ്യം ലിറ്റർജിക്കൽ വേരിയൻ്റായിട്ട് എന്നാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്, ഞാൻ എൻ്റെ രാജി പിൻവലിക്കണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കും. പദവിയിൽ നിന്ന്, അതായത് വൈദിക വൃത്തി ഉപേക്ഷിക്കല്ല, വൈദിക വൃത്തിയുടെ ഉത്തരവാദിത്തങ്ങൾ, ഇപ്പോൾ ഇടവകയിലെ വികാരിയായിട്ടിരിക്കണം, കുർബാന ചൊല്ലണം, അങ്ങനത്തെ ചുമതലകൾ ഞാൻ എടുക്കില്ല. ഇടവക വികാരിയുടെ സ്ഥാനം രാജിവെക്കും. അപ്പം എൻ്റെ ആവശ്യം ലിറ്റർജിക്കൽ വേരിയൻ്റായിട്ട് എന്നാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്, ഞാൻ എൻ്റെ രാജി പിൻവലിക്കണം എന്ന് പറഞ്ഞ അപേക്ഷ. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഈ കുർബാന തർക്കത്തിൽ ഒരു സമവായമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ ഒരു നാടകീയ പ്രഖ്യാപനമാണല്ലോ ഇദ്ദേഹത്തിൽ നിന്നുണ്ടാവുന്നത്. ഇത് സംഭവിച്ച സഭാ നേതൃത്വത്തിൻ്റെ പ്രതികരണം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇപ്പോഴൊരു നീക്കത്തിന് കാരണമായത്? സജിത്ത്, സഭാ നേതൃത്വം ഔദ്യോഗികമായി ഇതിനോട് ഒരു പ്രതികരണവും രേഖപ്പെടുത്തിയിട്ടില്ല. ഫാദർ അഗസ്റ്റിൻ വട്ടോളി വികാരി സ്ഥാനത്തു നിന്നുള്ള തന്റെ രാജി സമർപ്പണം അറിയിച്ചിട്ടുണ്ട് ഔദ്യോഗികമായിട്ട്. ഇപ്പോൾ ഇതിനൊരു കാരണമായിട്ട് പറയുന്ന, ഒരു സജിത്ത് സൂചിപ്പിച്ചതുപോലെ, ഒരു സമവായങ്ങളിലേക്കെല്ലാം തന്നെ എത്തുകയായിരുന്നു. പക്ഷെ ഇപ്പോഴുള്ള ഒരു വിഷയം, ആ ഒരു സമവായ സാധ്യതകളെ അതിൽ കുറച്ചെങ്കിലും ഇതിനെ ബാധിക്കുന്ന രീതിയിലേക്കാണ് ഇത് വരുന്നത്. കാരണം ഏകീകൃത കുർബാന ചൊല്ലുക, മറ്റു കുർബാനകൾക്കൊപ്പം തന്നെ ചൊല്ലുക എന്നതായിരുന്നു ഒരു സമവായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലിപ്പോൾ ഒരു വൈദികൻ തന്നെ അത് നിരാകരിക്കുകയാണ്. അത് തനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ അദ്ദേഹം മറ്റ് ആഹ്വാനങ്ങളോ മറ്റുള്ളവരോട് പറയുകയോ ഒന്നും തന്നെ ഇത് തന്റെ വഴി പിന്തുടരുക എന്നൊന്നും പറയുന്നില്ല. പകരം തനിക്ക് അതിന് സാധിക്കുകയില്ല, അതുകൊണ്ട് താൻ ഇതിൽ നിന്ന് പിൻവാങ്ങുകയാണ് എന്നതാണ് പറയുന്നത്. തൽക്കാലം ഇപ്പോൾ ഇടവക സ്ഥാനത്ത്, വികാരി സ്ഥാനത്ത് തുടരാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ സ്ഥാനം താൻ രാജിവെക്കുന്നു എന്ന് തന്നെയും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ സമവായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു 2 കുർബാനയും, ഏകീകരിച്ച കുർബാനയും അതോടൊപ്പം തന്നെ ജനാഭിമുഖ കുർബാനയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നത്. അതിൽ ഏതെങ്കിലും ഒരു ഇടവകയിൽ ഏകീകൃത കുർബാന ചൊല്ലണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അവിടെ കുർബാന ചൊല്ലേണ്ടതുണ്ട് എന്ന് സമവായത്തിൽ പറയുകയും ചെയ്തിരുന്നു. അത് ഇപ്പോൾ ഈ പറയുന്ന കടമക്കുടിയിലെ അഗസ്തീനസ് ദേവാലയത്തിൽ പള്ളിയിൽ പറഞ്ഞിരിക്കുന്നത്, അതനുസരിച്ചുള്ള ഈ ആവശ്യം ഉന്നയിച്ചു, ഒരാൾ വ്യക്തിപരമായി ഈ ആവശ്യം ഉന്നയിച്ച് കുർബാനയുടെ ആവശ്യമാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ആവശ്യത്തിലേക്ക് വരുന്നത്. പക്ഷെ അത് തനിക്ക് പറ്റില്ല എന്ന് പറയുന്നു. കാരണം അദ്ദേഹം ജനാഭിമുഖ കുർബാനയെ തന്നെയാണ് ഫാദർ അഗസ്റ്റിൻ വട്ടോളി
വട്ടോളി പിന്തുണച്ചിട്ടുള്ളതും. അതോടൊപ്പം തന്നെ ഈ സഭയുടെ ഔദ്യോഗിക നേതൃത്വവുമായിട്ട് പലപ്പോഴും അദ്ദേഹം ഈ സമരങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതായത് സമരങ്ങളിലെല്ലാം തന്നെ ഒരു മുഖവുമായിരുന്നു അദ്ദേഹം. എന്തായാലും ഇപ്പോൾ തീരുമാനം അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി വികാരി സ്ഥാനത്ത് തുടരാൻ കഴിയില്ല എന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. ഇനി സഭാ നേതൃത്വം ഇതിനോട് എന്ത് പറയുന്നു എന്നതാണ് അറിയേണ്ടത്. യെസ്, എന്തായാലും എറണാകുളം ഈ അങ്കമാലി അതിരൂപതയിലെ ഈ തർക്കം, കുർബാന തർക്കം, ആ വിഷയത്തിൽ ഒരു പുതിയ നീക്കമാണ് വൈദികന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. പൊതുവിൽ സമാധാനപരമായി പോകുന്നു എന്ന തോന്നൽ ഉളവാക്കുമ്പോഴാണ് ഇത്തരമൊരു വൈദികന്റെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ടാകുന്നത്. അത് ഏതു തരത്തിലുള്ള റിഫ്ലക്ഷൻസ് ഉണ്ടാക്കുമെന്നത് കണ്ടിരിക്കണം. ഒപ്പം തന്നെ സഭാ നേതൃത്വം ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നും കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ഇതിൻ്റെ തുടർ നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം.